ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നത്തെ പോലെ ഞാനൊരു കുക്കിംഗ് റെസിപ്പി വീഡിയോ ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീടൊക്കെ എപ്പോഴും ക്ലീൻ ആക്കി വെക്കാൻ പറ്റിയ ഒരു ക്ലീനിങ് വ്ളോഗും ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ എന്തായാലും രാവിലെ തന്നെ നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിയല്ലേ, മക്കളൊക്കെ സ്കൂളിൽ കഴിയുന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്കും നമ്മുടെ കുക്കിംഗ് ഒക്കെ കഴിയും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കിച്ചണിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കിച്ചൺ ഫുള്ളാக ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ട് കിച്ചണിൽ നിന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചൺ ക്ലീനൊക്കെ ആക്കിയിട്ട് ആദ്യം തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കും, കുടിക്കാനുള്ള വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കും. ശേഷം അത് ഇതുപോലുള്ള ബോട്ടിൽസിലൊക്കെ നിറച്ച് വയ്ക്കും. പിന്നെ കിച്ചൺ ക്ലീനാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കണ്ട അല്ലേ. പിന്നെ നമ്മൾ എന്തായാലും പിന്നെ നമ്മൾ വൈകിട്ട് ഡിന്നറൊക്കെ പ്രിപ്പയർ ചെയ്യാനായിട്ട് ആയിരിക്കും കിച്ചണിലോട്ട് കയറുന്നത്. അപ്പോൾ ആ ഒരു ടൈം വരെ നമ്മുടെ കിച്ചൺ ക്ലീനായിട്ട് കിടക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം ബെഡ്റൂമിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നേരെ ക്ലീനാക്കി വിരിച്ചൊക്കെ ഇടാം. പില്ലോ ഒക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തട്ടി ബെഡ്ഷീറ്റൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടാം. ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എനിക്കറിയാം എല്ലാവരും എന്നെക്കാട്ടി നല്ല നീറ്റായിട്ട് വീടൊക്കെ ക്ലീനാക്കി വെക്കുന്നവരായിരിക്കും. എന്നാൽ എന്തെങ്കിലും നിങ്ങൾ മിസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഹെൽപ്പാവും എന്ന് കരുതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ ബെഡൊക്കെ നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റൂമും കുട്ടികളുടെ റൂമും അപ്പോൾ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ റൂമും എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റൊക്കെ ഒന്ന് നീറ്റാക്കി ഇടാം. ആദ്യം അത് തന്നെ ചെയ്യണം കേട്ടോ. അപ്പോൾ ബെഡൊക്കെ ഒന്ന് നീറ്റാക്കി ഇടുമ്പോൾ തന്നെ നമ്മുടെ റൂമിൽ കയറുമ്പോഴത്തേക്കും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തോന്നും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ റൂമിലെയും ഹാളിലെയൊക്കെ ജനാലയൊക്കെ ഒന്ന് ഓപ്പണാക്കി ഇടുകയാണ്. അപ്പോൾ ജനാലയൊക്കെ ഒന്ന് ഓപ്പണാക്കി ഇടുമ്പോൾ തന്നെ വീട്ടിനകത്തേക്കൊരു ഫ്രഷ് എയറും വെളിച്ചമൊക്കെ കയറും. അപ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് ഫീൽ ചെയ്യും. അപ്പോൾ ആദ്യം തന്നെ ഇതൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ റൂമിൽ നിന്നല്ലേ ക്ലീനാക്കി തുടങ്ങാമെന്ന് പറഞ്ഞത്. അപ്പോൾ ആദ്യം നമ്മൾ ക്ലീനിങ് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ കയ്യിലൊരു ടവല് കരുതി വയ്ക്കുക, ഒരു നനഞ്ഞ ടവല് കരുതി വയ്ക്കുക. പിന്നെ എന്തായാലും നൈറ്റ് നമ്മൾ ചാർജൊക്കെ ചെയ്യാനായിട്ട് എടുത്ത് ചാർജറും എല്ലാം നമ്മുടെ ടേബിളിലൊക്കെ നിരന്ന് കിടപ്പുണ്ടാകും കേട്ടോ. അപ്പോൾ ആദ്യം അതൊക്കെ ഒന്ന് ഒതുക്കി വയ്ക്കുക. പിന്നെ ജസ്റ്റ് ഒന്ന് ടവൽ കൊണ്ട് എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യുക. ഇത് ഡെയിലി ചെയ്യേണ്ട ഒരു റൊട്ടീൻ പോലെ ചെയ്യേണ്ട കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. വല്ലപ്പോഴും ഡീപ്പ് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമേ വരത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ എന്താ ചെയ്യുക, നല്ലൊരു മാറ്റം കൊണ്ടുവരും. ഈ ഹാബിറ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഡെയിലി ഒന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ എന്തായാലും നമ്മുടെ വീട് എപ്പോഴും ക്ലീൻ ആയിട്ട് എടുക്കും. അതിപ്പോൾ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്നെന്ന് പറയുമ്പോൾ നമ്മൾ ഹറി എന്ന് പറഞ്ഞ് ക്ലീൻ ആക്കേണ്ടി വരും അല്ലേ. ഇപ്പം അതിൻ്റെ ആവശ്യമൊന്നും വരത്തില്ല. ഇത് ഡെയിലി ഒരു റൊട്ടീനായിട്ട് നിങ്ങൾ ചെയ്യുക. ആ ഒരു പോസിറ്റീവ് എന്തായാലും നിങ്ങളെ ലൈഫിൽ കാണും, ഒരു മാറ്റം വരും, ഉറപ്പാണ്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മുടെ ടേബിളിനും റൂമിനകത്ത് എന്തായാലും ഒരു ടേബിൾ കാണുമല്ലേ. അപ്പോൾ ആ ടേബിളും എല്ലാം ഒന്ന് അടുക്കി പറക്കി വെക്കുക. കാരണം എല്ലാം ഡെയിലി നമ്മൾ യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും ടേബിളിൻ്റെ പുറത്തുണ്ടാകും. അപ്പോൾ എല്ലാം ഒന്ന് അടുക്കി പറക്കി വയ്ക്കുക. പിന്നെ നമ്മുടെ ഡ്രസ്സിങ് ഏരിയ, ആ ഒരു ഏരിയ ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇടുക. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്തായാലും നമ്മുടെ മക്കളൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് അവർ ഇട്ട ഡ്രസ്സൊക്കെ റൂമിനകത്തൊക്കെ കാണും. അപ്പോൾ നമ്മുടേതായാലും മക്കളുടേതായാലും ഡ്രസ്സുകൾ യൂസ് ചെയ്ത ഡ്രസ്സുകൾ നമ്മൾ വലിച്ചു വാരി ഇടാതിരിക്കുക. ഇതുപോലൊരു ബാസ്ക്കറ്റ് എവിടെയെങ്കിലും ഒതുക്കി വെച്ചിട്ട് അതിലേക്ക് ഇടുക കേട്ടോ. അപ്പോൾ നമ്മുടെ മെഷീൻ ഇടാനുള്ളതായാലും കൈകച്ച് കഴുകാനുള്ളതായാലും പ്രത്യേകം എടുത്ത് മാറ്റാൻ പറ്റും. പിന്നെ നമ്മുടെ മക്കളെ സ്റ്റഡി ടേബിളൊക്കെ അവരെ കൊണ്ട് തന്നെ ബുക്കൊക്കെ നീറ്റാക്കി പറക്കി വെച്ചിട്ട് വേണം അവരെ വിടാനായിട്ടുള്ളത്. പിന്നെ നമ്മുടെ വീട്ടിലൊരു മെയിൻ ഏരിയ ആണ് നമ്മുടെ വാഷ് ഏരിയ അല്ലേ. വാഷ് ഏരിയ എപ്പോഴും ക്ലീനായിട്ട് കിടക്കണം കേട്ടോ. നമ്മൾ പെട്ടെന്ന് ഒരാൾ കയറി വന്ന് ശ്രദ്ധിക്കുന്ന ഒരു ഏരിയ ആയിരിക്കും വാഷ് ഏരിയ എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ആവി പിടിക്കുന്ന മെഷീൻ, അത് സ്ഥിരം അവിടെ കാണുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വാഷ് ഏരിയയൊക്കെ ഞാൻ നല്ലതായിട്ട് ക്ലീൻ ചെയ്ത് ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അവിടെ ഇടുന്ന ടവൽ എന്തായാലും 2 ദിവസം കൂടുമ്പോൾ അത് മാറ്റണം, അല്ലെങ്കിൽ അതിൽ സ്മെല്ല് വരും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ഇനി നമുക്ക് നേരെ ഡൈനിങ് ടേബിൾ ക്ലീൻ ചെയ്യാനായിട്ട് പോകും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് തുടച്ചെങ്കിലും ക്ലീൻ ആക്കിയിട്ടില്ല. എന്തായാലും ഗ്ലാസിൻ്റെ ടേബിൾ ആയതുകൊണ്ട് പൊടിയൊക്കെ കാണും. അപ്പോൾ ഞാനിവിടെ കോലിൻ ഉപയോഗിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതിനൊരു സ്മെല്ലുണ്ട് കേട്ടോ, നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും. അതുപോലെ തന്നെ ക്ലീൻ ആവുകയും ചെയ്യും നല്ലതുപോലെ. അപ്പോൾ ഇതിന് പകരം ഒരു സ്പ്രേ ബോട്ടിൽ നിങ്ങൾക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡും കുറച്ച് വിനാഗറും അതുപോലെ തന്നെ എന്തെങ്കിലും എസൻഷ്യൽ ഓയിലോ പുൽത്തൈലമോ എന്തെങ്കിലും
മിക്സ് ചെയ്ത് അതിൻ്റെ കൂടെ കുറച്ച് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ സ്പ്രേ ബോട്ടിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് നല്ലൊരു സർഫേസ് ക്ലീനറാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതല്ലെങ്കിൽ അങ്ങനെ സർഫേസ് ക്ലീനർ ഉണ്ടാക്കിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാ ടേബിളിൻ്റെ പുറത്ത് വെച്ചിരിക്കുന്ന ജഗ്ഗും ഗ്ലാസ്സും ഒക്കെ എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിലൊക്കെ വെള്ളമൊക്കെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ലിവിങ് ഏരിയയിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ അവിടെ ഒരു ടേബിൾ ഇട്ടിട്ടുണ്ട്. അതും ഇതുപോലെ അപ്പോൾ എല്ലാ വീട്ടിലെ ലിവിങ് ഏരിയയിൽ എന്തായാലും ഒരു ടേബിൾ കാണും. അപ്പോൾ രാത്രി ഞാൻ ഒന്ന് ഒതുക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ എന്തായാലും വലിച്ചു വാരിയൊന്നും ഇട്ടിട്ടില്ല. റിമോട്ടോ അല്ലെങ്കിൽ നമ്മുടെ റിമോട്ടും ന്യൂസ് പേപ്പറും ഒക്കെ ഈ ടേബിളിൻ്റെ പുറത്ത് കാണും. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് വേറെ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. പിന്നെ ഞാൻ ഇതുപോലെ പോട്ടിൽ ദിവസം വെള്ളം മാറ്റാറുണ്ട് കേട്ടോ. പൂവിട്ട് ഡെയിലി വെള്ളം മാറ്റി വയ്ക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ ഒരു പോസ്റ്റ് ഉണ്ടാവും. നമ്മുടെ മൈൻഡ് തന്നെ എപ്പോഴും ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡോർ പ്ലാന്റിനൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതെന്തായാലും ഡെയിലി ചെയ്യുന്ന കാര്യമല്ല. ഇൻഡോർ പ്ലാന്റിന് വെള്ളം മാറ്റുന്നത്, അതുപോലെ തന്നെ ഇതുപോലുള്ള ബോട്ടിലൊക്കെ വെള്ളം നിറച്ച് മണി പ്ലാന്റൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളം മാറ്റുക. അതൊക്കെ വീക്കിലി ചെയ്താൽ മതി കേട്ടോ. പിന്നെ നമ്മുടെ ഈ ടേബിളുകളൊക്കെ ഒന്ന് ക്ലീനാക്കി ഇടുക. ഇതൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ജോലികളാണ്. അതൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കുക. എന്തായാലും 1 മണിക്കൂർ കൊണ്ട് നമ്മുടെ വീട് ഫുള്ളായി ക്ലീനായി കിട്ടും കേട്ടോ, ഈ ഒരു ഓർഡറിൽ നിങ്ങൾ ചെയ്താൽ. അതുപോലെ തന്നെ എന്നും നമ്മുടെ വീട്ടിൽ വാഷ് ചെയ്ത തുണികൾ എന്നും കാണും കേട്ടോ. അത് ഇങ്ങനെ പിന്നെ മടക്കി വയ്ക്കാം എന്നുള്ള രീതിയിൽ നിങ്ങൾ വലിച്ച് വാരി ഇട്ടേക്കരുത്. അന്നെന്നുള്ളത് അന്നന്ന് ആ രാവിലെ നമ്മൾ ക്ലീൻ ചെയ്യുന്ന ആ ഒരു ടൈം തന്നെ നമ്മുടെ ഡ്രസ്സുകളെല്ലാം സെപ്പറേറ്റ് ചെയ്ത്, അപ്പോൾ മക്കളുടേത് വേറെ നമ്മുടേത് വേറെ എന്നൊക്കെ പറഞ്ഞ് സെപ്പറേറ്റ് ചെയ്ത് മടക്കി അവരുടെ ഷെൽഫിൽ വയ്ക്കാവുന്നതാണ്. ഇതൊക്കെ കഴിഞ്ഞാൽ നമുക്ക് നേരെ അടിച്ചു വാരാനായിട്ട് പോകാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഞാൻ തൂക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ വലയൊക്കെ എത്രയൊക്കെ ഡെയിലി വലയടിച്ചാലും അവിടെ ഇവിടെ ഒന്നുണ്ടൊക്കെ എന്തായാലും കാണും അല്ലേ. അപ്പോൾ എന്നും ഈ വലയടിക്കുന്ന നമ്മുടെ തൂക്കുമ്പോൾ കൂടെ തന്നെ നമ്മുടെ ഈ വലയടിക്കുന്ന ഐറ്റം കൂടെ കൈ കരുതിയേക്കണം കേട്ടോ. ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് വലയോ പൊടിയോ എന്തെങ്കിലും കാണുന്നെങ്കിൽ ഇത് വെച്ച് നമുക്കൊന്ന് ക്ലീനാക്കി പോകും. അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അങ്ങനെ എങ്ങും വലയൊന്നും കെട്ടിക്കിടക്കത്തില്ല. എപ്പോഴും നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം ശ്രദ്ധിക്കാതിരുന്നാൽ മതി, കാണാം എവിടെയെങ്കിലുമൊക്കെ വല കെട്ടിയിരിക്കുന്നത് കാണാം. അപ്പോൾ ഇതിങ്ങനെ ഡെയിലി ചെയ്യുമ്പോഴത്തേക്ക് പ്രത്യേകം നമുക്കൊരു ദിവസം അയ്യോ ഇങ്ങനെ വല അടിക്കാനും ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കാം എന്നൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഇതൊക്കെ ആ ഒരു കൂട്ടത്തിൽ തന്നെ നടക്കും. പിന്നെ നമുക്കിതാ ഫ്ലോർ ഒന്ന് ക്ലീൻ ചെയ്യാൻ ഡെയിലി ഞാൻ ജസ്റ്റ് ഒന്ന് ഓട്ടിച്ച് തുടയ്ക്കും കേട്ടോ. അതുകൊണ്ട് വീട്ടിൽ അഴുക്കും കാണത്തില്ല. നമ്മളിങ്ങനെ ഡെയിലി ജസ്റ്റ് ഒന്ന് തുടയ്ക്കാതിരുന്നാൽ പിന്നെ ഒരു ദിവസം ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അധിക സമയം എടുക്കും ക്ലീൻ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ വീട് ഫുള്ളായി ക്ലീൻ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് നമുക്ക് പുറത്തൊക്കെ പോകേണ്ടി വരുന്നതൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഒരു അരമണിക്കൂർ നേരത്തെ എഴുന്നേൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ പുറത്തെ ക്ലീനിങ്ങും തുണി വാഷ് ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ നടക്കും. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ രാവിലെ നമ്മുടെ വീട് ഫുള്ളായി ക്ലീനായി നല്ലൊരു പോസിറ്റീവ് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എന്തായാലും ഇതൊക്കെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. എന്നാലും മടിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്ത് ഒരു മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ഇട്ടത്. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു, അതുപോലെ തന്നെ ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും കൂടി ചെയ്തേക്കണേ. അപ്പോൾ നല്ല വീഡിയോസും അടിപൊളി റെസിപ്പികളുടെ വീഡിയോസും വ്ളോഗ്സും ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.